السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا، أدركنا يا حبيب الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وسارعوا إلى مغفرة وجنة أرضها السماوات والأرض أعدت للمتقين. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. نحن على ذلك من الشاهدين والشاكرين، والحمد لله رب العالمين. إذا سرتك حسنتك وساءتك سيئتك فأنت مؤمن. صدق رسول الله صلى الله عليه وسلم. ബഹുമാന്യരായ പണ്ഡിതന്മാർ, കാരണവന്മാരെ, പ്രിയപ്പെട്ട ആദരണീയരായ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, നമ്മുടെ ആയുസ് കാലത്തിനിടയിൽ ഒരു വിശുദ്ധ റമദാനിനെ കൂടെ വരവേൽക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുകയും 10 നോമ്പ് പൂർത്തിയാക്കി 11ാമത്തെ നോമ്പ് പകൽ സമയം വിശുദ്ധ റമദാനിലെ 2ാമത്തെ വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ റമദാനിലെ 10 ദിനങ്ങളുടെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം. അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം ചൊരിയുന്ന 10 ദിനങ്ങൾ കഴിഞ്ഞുപോയി. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, പാപമോചനം പ്രത്യേകമായി ലഭിക്കുന്ന, ആ പാപമോചനം പ്രത്യേകം ചോദിക്കേണ്ട, പാപമോചനത്തിന് വലിയ പ്രാധാന്യമുള്ള 2ാമത്തെ 10 ദിനത്തിൻ്റെ ആദ്യ പകലിലാണല്ലോ നാമൊക്കെ സംഗമിച്ചിരിക്കുന്നത്. അതേസമയം പാപം ചെയ്യുന്ന മനുഷ്യർ അള്ളാഹുവിൻ്റെ മുന്നിൽ സ്വീകാര്യരല്ലെങ്കിൽ, ആ പാപങ്ങൾ തൗബ ചെയ്ത് പൊറുപ്പിക്കപ്പെടാതിരുന്നാൽ എത്തിച്ചേരുന്ന, കത്തിക്കാടുന്ന, അള്ളാഹു സജ്ജീകരിച്ച് വെച്ച നരകത്തിൽ നിന്നുള്ള മോചനത്തിന് പ്രാധാന്യമുള്ള 10 ശേഷം നമ്മുടെ മുന്നിലേക്ക് വരിക. അള്ളാഹു ഈ വിശുദ്ധമായ മാസത്തിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും കൂട്ടുകുടുംബങ്ങളെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു എത്ര വലിയ കാരുണ്യവാനാണ് എന്ന് ബോധ്യപ്പെടാൻ പറ്റിയ ഒരു 10 ദിവസമാണിത്. അള്ളാഹുവിൻ്റെ റഹമത്ത് എത്ര വിശാലമാണെന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടാൻ പറ്റുന്ന ഒരു സമയം. കാരണം ഈ ഇരിക്കുന്ന നാം എല്ലാവരും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുമെന്ന് നമുക്കൊന്നും ഒരു പ്രതീക്ഷയുമില്ല. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള, നന്മ ചെയ്യാൻ തൗഫീഖുള്ള
ദീർഘായുസ് അല്ലാഹു നൽകുമാറാവട്ടെ. പക്ഷെ എത്ര കാലം ജീവിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യേതര ജീവജാലങ്ങൾ, മറ്റുതര ജീവജാലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനൊരു പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അനുഗ്രഹങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവാനുമുള്ള ബുദ്ധിയും വിവേകവും നൽകപ്പെടാത്ത മറ്റു ജീവജാലങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കെന്ത് പ്രസക്തിയാണുള്ളത് സഹോദരന്മാരെ? അവിടെയാണ് മനുഷ്യനാവുന്ന നാം ജനനമെന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേർ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ബോധ്യപ്പെടുന്ന സമയം, ആ സമയം മുതലാണ്. ഒരുപക്ഷെ ഒരു വകതിരിവെത്തുന്ന പ്രായം മുതൽ നമുക്ക് ചിന്തിക്കാം, അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പറ്റും. അന്നു മുതൽ ഇന്ന് അല്ലെങ്കിൽ മരണപ്പെടുന്ന സമയം വരെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ കഴിഞ്ഞുകൂടുന്ന ഏത് ആയുസ് കാലത്തിനിടയിൽ ജീവിക്കുന്നവനാണെങ്കിലും ഞാനും നിങ്ങളും ഓരോ അനുനിമിഷ നേരവും അനുഭവിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് കണക്കും കയ്യുമില്ല. 24 മണിക്കൂർ സമയവും ഉറക്കത്തിൽ പോലും അനുഭവിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ഒന്ന് എണ്ണുകയാണെങ്കിൽ, അതൊന്ന് എഴുതി വെക്കാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ലാ തുഹ്സുഹ, ആ അനുഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് തിട്ടപ്പെടുത്താനും ക്ലിപ്തപ്പെടുത്തുവാനും സാധ്യമല്ല. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണത്. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിച്ച 70 വയസ്സ് പിന്നിട്ട പല ആളുകളും ഒരു പക്ഷേ ഈ സദസ്സിലുണ്ടാകും, ഈ ശബ്ദം കേൾക്കുന്നവരിലുണ്ടാകും. 80 കഴിഞ്ഞവർ, 100ഓടടുത്ത് നിൽക്കുന്നവർ, അല്ലെങ്കിൽ 10 ആവട്ടെ, 15 ആവട്ടെ, 20 ആവട്ടെ, 30 ആവട്ടെ, 40 ആവട്ടെ, എത്ര വർഷമായാലും ഈ വർഷക്കാലത്തിനിടയിൽ നാം ഉണർവിലും ഉറക്കിലുമൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടിരിക്കുക എന്നൊരു പ്രക്രിയ. ആ ഒരു കാര്യത്തിന് ഭംഗം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, പലപ്പോഴും ബോധ്യപ്പെടാറുണ്ട്. 2.5 വർഷക്കാലത്ത്, കോവിഡ് കാലത്ത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് സഹോദരന്മാരെ. 100 വർഷം ജീവിച്ചിട്ടും 200 വർഷം ജീവിച്ചിട്ടും 400, 500, 600, 700 വർഷക്കാലം ജീവിച്ചുപോയ പഴയകാല പ്രവാചകന്മാരുടെ അനുചരന്മാരുടെ കാലത്തെയും ആയുസ്സിനെയും നാം ഒന്നിവിടെ വിലയിരുത്തുക. എത്ര കാലം ജീവിക്കുന്ന മനുഷ്യനും ഭക്ഷണമില്ലെങ്കിലും കുറെ ദിവസം ജീവിക്കാൻ കഴിയും. വെള്ളം കുടിക്കാതെയും കുറച്ച് സമയമൊക്കെ നമുക്ക് കഴിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയും, കുറേ പോകാൻ കഴിയില്ല. അതേ സമയത്ത് ഒരു മനുഷ്യന് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു നിശ്ചിതമായ അളവിൽ മാത്രം അള്ളാഹു സംവിധാനിച്ച, അള്ളാഹു ഒരുമിച്ച് കൂട്ടിവെച്ച, മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾക്ക് അനുഭവപ്പെടാത്ത ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സാധനം ശ്വസിക്കാതെ, അത് ശ്വസിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പുറന്തള്ളാതെയും നമുക്ക് ഒരു നിമിഷവും മുന്നോട്ട് പോകാൻ കഴിയില്ല. എത്ര നൂറ്റാണ്ട് ജീവിക്കുന്ന മനുഷ്യനും സൗജന്യമായി മാത്രമാണ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ആ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്, സൗജന്യമായി. 100 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ശ്വസിച്ച ഓക്സിജന്റെ വിലയറിയണമെങ്കിൽ ഒരു 10 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൃത്രിമമായ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് കൃത്രിമമായ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ, അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പുറത്തു വരുമ്പോൾ അവന്റെ ബില്ലിൽ വരച്ചിടുന്ന ആ ഓക്സിജൻ അവൻ അവിടുന്ന് ശ്വസിച്ചതിൻ്റെ ബില്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും 100 കൊല്ലക്കാലം നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ വില എത്രയാണ്. 10 വർഷം നാം ഓരോ ഉറക്കത്തിൽ പോലും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിജന്റെ വില എത്രയാണ്. ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യന്, ഏത് മനുഷ്യനും അനിഷേധ്യമായി നിഷേധിക്കാൻ കഴിയാത്ത സിമ്പിളായ ഒരു ഉദാഹരണമാണ്. ഈ ഉദാഹരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഈ ശ്വസിക്കുന്ന ഓക്സിജന് പകരമായി റബ്ബിന് നാം ചെയ്യേണ്ട ശുക്രിന്റെ വലുപ്പമൊന്ന് നാം ഒന്ന് താരതമ്യം ചെയ്യുക. അള്ളാഹു നമ്മെ ശാക്കിരീങ്ങളിൽ പെടുത്തി തരുമാറാവട്ടെ. ആ റബ്ബ് ഒരു ഓക്സിജൻ പറഞ്ഞു,
ഇനി നമുക്കറിയാം, നാം കുടിക്കുന്ന വെള്ളമായാലും എണ്ണിയാൽ ഒരിക്കലും തീരാത്ത, കാൽക്കുലേറ്റ് ചെയ്ത് തീർക്കാൻ കഴിയാത്ത റബ്ബിൻ്റേത്, എല്ലാം റബ്ബിൻ്റേതാണ്. പക്ഷേ റബ്ബിൻ്റേത് എന്ന് മാത്രം പറയാൻ പറ്റുന്ന ധാരാളം ധാരാളം നിഅമത്തുകൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യനോട് അള്ളാഹു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ആ കാര്യങ്ങൾ എന്താണ്? ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ, അന്തസ്സിന്റെ, നിങ്ങളുടെ അതുപോലെ തന്നെ സാമൂഹികമായ ഭദ്രതയുടെ, സാമ്പത്തികമായ അഭിവൃദ്ധിയുടെ ഒക്കെ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ചില നിയമങ്ങളെ ഞാനിതാ മതമാക്കി സംവിധാനിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നമ്മോട് പല കൽപ്പനകളും നടത്തി. ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പഠിപ്പിച്ചു തന്നു. അള്ളാഹു താല നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊന്നും മനുഷ്യന് അടിസ്ഥാനപരമായി ഹാനികരമായ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അതേസമയത്ത് മനുഷ്യന് ഗുണമുള്ളത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഏതാ സഹോദരന്മാരെ? ഒരു കാര്യത്തിലേക്കും ഞാൻ ഇറങ്ങി പുറപ്പെടുന്നില്ല, പക്ഷേ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന, നിങ്ങൾക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടിയല്ലല്ലോ ദീൻ. പടച്ചോന് വേണ്ടിയാണോ മതം? അല്ല. ഇസ്ലാം പടച്ചവന് വേണ്ടിയാണോ? അല്ല. ഈ നിയമങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണോ? അല്ല. മനുഷ്യന്റെ നിലനിൽക്കാന്ന് പറഞ്ഞാൽ സ്വസ്ഥമായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ സമാധാനവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാവാൻ ആവശ്യമായ, അല്ലെങ്കിൽ ഒരു നല്ല ജീവിതത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് വേണ്ടി എഴുതി, അല്ലെങ്കിൽ അള്ളാഹു സംവിധാനിച്ച വിശുദ്ധമായ മതങ്ങളുടെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായി മാത്രമേ മരിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രായം 15 വയസ്സ് മുതൽ, അഥവാ ഒരു പുരുഷനാണെങ്കിൽ പ്രായപൂർത്തിയെത്തിയ സമയം മുതൽ ഓരോരുത്തരും, ഞാനടക്കമുള്ള ആളുകൾ, നമ്മുടെ ഇതുവരെയുള്ള പ്രായത്തിനിടയിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കണം സഹോദരന്മാരെ. പലവരും നമ്മൾ ചെയ്ത പാപങ്ങൾ കണ്ടവരൊക്കെ മറന്നുപോയിട്ടുണ്ടാകും. ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ തെറ്റായ കാര്യങ്ങൾ ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പലവരും അതൊക്കെ മറന്നുപോയേക്കാം. പക്ഷേ 15 വയസ്സ് മുതൽ ഇതുവരെയുള്ള ഓരോ സമയങ്ങളിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ച അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, നമുക്ക് ദുനിയാവിലും പരലോകത്തും ഹാനികരമാകുന്ന ഗുരുതരമായ എത്രയെത്ര തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇത് വലിയൊരു പ്രശ്നമല്ലേ സഹോദര? അള്ളാഹുവിന്റെ ഒരു കോടതിയുടെ മുന്നിൽ ഒരു കേസിന് വേണ്ടി നമ്മെ ഹാജരാക്കുകയാണെന്ന് സങ്കല്പിക്കുക. ആ കോടതിയുടെ മുന്നിൽ എൻ്റെ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ 15 വയസ്സ് മുതൽ നാം ഇതുവരെ ചെയ്തു കൂട്ടിയ തെറ്റുകൾ, അത് കുറ്റം തെളിയിക്കപ്പെടേണ്ട ആവശ്യമില്ല. എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെട്ട കുറ്റങ്ങളാണത്. പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹു പൊറുക്കാത്ത, പടച്ച തമ്പുരാൻ പൊറുക്കാത്ത തെറ്റായ കാര്യങ്ങൾ ധാരാളം ചെയ്തു കൂട്ടിയ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരോട് അള്ളാഹു പറയുന്നത് എന്താണ്? നിങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ റെഡിയാണ്, പക്ഷേ ഞാൻ പൊറുക്കാൻ തയ്യാറാണ്. അത് പൊറുപ്പിക്കാതെ പോയാൽ, ചില മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം, അവര് 15 വയസ്സ് മുതൽ അവരുടെ ഒരു 10, 20, 30, 40 കൊല്ലത്തെ 15 വയസ്സ് മുതൽ നന്മയും തിന്മയും എഴുതി വെക്കുന്ന പ്രായം മുതൽ അവര് ചെയ്ത തെറ്റുകളെ കുറിച്ച് അവരിങ്ങനെ ഒരു വിചാരണ നടത്തിയപ്പോ 36 തെറ്റാണത്തെ ഒരാൾക്ക് ബോധ്യപ്പെട്ടത്. 36 തെറ്റ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 36 സല്ലാത്തുകൾ അവർക്ക് ബോധ്യപ്പെട്ടു. 50-ൽ താഴെ തെറ്റായ കാര്യങ്ങളാണ് അവർക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നത്. അത്രമാത്രം ഞാൻ ചരിത്രത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ നമുക്കൊരു മറ്റൊരു പാഠമുണ്ട്. നമ്മുടെ ഇന്നത്തെ പുലർച്ചെ മുതൽ ഇതുവരെയുള്ള സമയം, ഇന്നലത്തെ 24 മണിക്കൂർ, 15 വയസ്സ് മുതൽ ഇതുവരെയുള്ള കാലത്ത് ചെയ്ത തെറ്റുകൾ എഴുതിയാൽ തീരാത്ത അത്രമാത്രം പേപ്പറുകൾ ഇവിടെ കുന്നുകൂടും സഹോദരന്മാരെ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ.
ഇനി അപ്പുറത്തൊരു സൈഡിലോ നേരത്തെ പറഞ്ഞ മഹാന്മാരാരാണ്? അവർ ചെയ്യാത്ത അമലുകളില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ടല്ലോ സൂറത്തുൽ മുഅ്മിനൂനിൽ. അല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? ആരാണ് മുഅ്മിനീങ്ങൾ? യുഅ്തൂന മാ ആതൗ, ചെയ്യാൻ കഴിയുന്ന സർവ്വ സുകൃതങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ. ഒരു ഫറലായ നിസ്കാരം എങ്ങനെങ്കിലും ഒപ്പിച്ച് തീർക്കുന്ന പരിപാടിക്കാരെ സംബന്ധിച്ചല്ല ആ പറയുന്നത്, മറിച്ച് ആരെ സംബന്ധിച്ചാണ്? ജീവിതത്തിൽ ഫറലുകളൊക്കെ ചെയ്യുകയും ഹറാമിൽ നിന്ന് മാറി നിൽക്കുകയും എന്നിട്ടൊരു മനുഷ്യന് നന്മ ചെയ്യാനുള്ള ചാൻസ് എന്തൊക്കെയുണ്ടോ, അത് തഹജ്ജുദാകാം, അത് തറാവീഹാകാം, അത് ദുഹായാവാം, അത് മയ്യത്ത് പരിപാലനമാകാം, അത് രോഗിയെ ശുശ്രൂഷിക്കലാവാം. ഒരു മനുഷ്യന് ചെയ്യാവുന്ന സർവ്വ അമലുകളിലും വ്യാപൃതരാകുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പറയാണ്, പക്ഷേ വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം ഇങ്ങനെ വിറക്കും, വല്ലാത്ത പേടിയാണ് അവർക്ക്. കാരണം അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിലേക്ക് തിരിച്ചു പോകണ്ടേ എന്ന ബേജാറ്, റബ്ബിലേക്ക് മടങ്ങിപ്പോകണ്ടേ എന്ന ബേജാറ്. റബ്ബിന്റെ മുന്നിലേക്ക് എത്തുമ്പോ ഞാൻ സ്വീകാര്യനാണോ എന്ന ആശങ്ക. ആർക്കാണ് ആശങ്ക? തെറ്റുകൾ ചെയ്യാതെ സുഹൃതങ്ങളിൽ വ്യാപൃതരായി ജീവിച്ച മുഅ്മിനീങ്ങൾ. അവരുടെ പ്രത്യേകത എന്താണ്? ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. അവർ ഖൈറായ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഉളരും, ആരെയും കാത്തിരിക്കില്ല. മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ എന്നവർ നോക്കില്ല, മറ്റുള്ളവർ ചെയ്യുന്നതനുസരിച്ച് ചെയ്യുന്നവരല്ല. വഹും ലഹാ സാബിഖൂൻ, ആ ഖൈറായ കാര്യങ്ങളിലേക്ക് അവർ മുൻകടന്നു പോകും. ആദ്യം അങ്ങനത്തെ മനോഭാവമുള്ള ആളുകൾ. ഇതാണ് സഹോദരന്മാരെ മുഅ്മിനീങ്ങളുടെ അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഏടുകൾ ഇങ്ങനെ നാം ഒന്ന് എഴുതി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? അവിടെയാണ് ഒരു മഹാനവറുകളുടെ 15 മുതലുള്ള അഥവാ തിന്മകൾ എഴുതി വെക്കുന്ന കാലം, പരിഗണിക്കപ്പെടുന്ന കാലം മുതലുള്ള തെറ്റുകൾ നോക്കിയപ്പോൾ ആ തെറ്റ് 36 50-ൽ താഴെ തെറ്റാണ് കാണുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഓരോ തെറ്റുകൾക്കും 1000 ഇസ്തിഗ്ഫാർ വീതം ചെല്ലുകയാണ്. ഓരോ തെറ്റുകളും പരിഹരിക്കാൻ, ഈ പൊറ്റു പൊറുക്കാൻ 1000 റക്അത്ത് ഒരു തെറ്റിന് വേണ്ടി പ്രതിവിധിയായി നിസ്കരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത. ഈ തൗബയും മഗ്ഫിറത്തും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന അസ്വസ്ഥത. അവിടെയാണ് സഹോദരന്മാരെ മഗ്ഫിറത്തിന്റെ 10ന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിത് പറഞ്ഞു വന്നത്. കാരണം 36 തെറ്റ് മാത്രം എഴുതാവുന്ന തെറ്റ് കണ്ടെത്തിയിട്ട് ആ ഒരു തെറ്റിന് 1000 ഇസ്തിഗ്ഫാറും ഒരു തെറ്റിന്റെ പ്രായശ്ചിത്യമായി 1000 റക്അത്ത് വീതവും കണക്കൂട്ടിയാൽ 36,000 റക്അത്തും നിർവഹിച്ച് നിസ്കരിച്ച് തീർത്തിട്ടും അവരുടെ മനസ്സിന് ആശങ്കയാണ്. പഠിച്ചവനെ മഗ്ഫിറത്ത് കിട്ടിയിട്ടുണ്ടോ? അവിടെയാണ് മഗ്ഫിറത്ത് നിരന്തരം വർദ്ധിപ്പിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പരിശുദ്ധമായ ഖുർആനിൽ മഗ്ഫിറത്തിന്റെ പ്രാധാന്യം എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രവാചകന്മാരൊക്കെ മഅസൂമീങ്ങളാണ്, അവരാരും തെറ്റ് ചെയ്ത ആളുകളല്ല. പക്ഷേ അവർ തെറ്റ് നമ്മിലേക്ക് താരതമ്യം ചെയ്യുമ്പോൾ തെറ്റാണെന്ന് ഇസ്ലാമികമായി വിധിയെഴുതാത്ത ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും അവർ അല്ലാഹുവിനോട് നിരന്തരം തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ആദം നബി അലൈഹിസ്സലാം തന്റെ ജീവിതകാലത്ത് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് സ്വർഗലോകത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ വന്ന് ചെയ്ത തൗബയാണല്ലോ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഇസ്തിഗ്ഫാർ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഇസ്തിഗ്ഫാർ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്കൊക്കെ അറിയാം, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 170 ഇസ്തിഗ്ഫാറുകൾ ഞാൻ ചെയ്യാറുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇസ്തിഗ്ഫാർ അള്ളാഹുവിന്റെ പ്രവാചകരെ പോലെ വർദ്ധിപ്പിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. മഅസൂമായ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വർഗലോകത്തിന്റെ ഉദ്ഘാടകനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹൗദുൽ കൗസറിന്റെ ആ ഉടമസ്ഥനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നരകത്തിലുള്ളവർക്കും അല്ലാത്തവർക്കുമൊക്കെ ശഫാഅത്തുൻ ഉളുമയും അല്ലാത്ത ശഫാഅത്തുകൾക്കുമൊക്കെ അധികാരമുള്ള അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത്രയും ഇസ്തിഗ്ഫാർ ചെയ്യുന്നെങ്കിൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം 12,000 ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. ഒരു ദിവസം 12,000 ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അടിസ്ഥാനപരമായി ഇസ്തിഗ്ഫാറിന് ലക്ഷ്യമെന്താണ്? ധാരാളം ഗുണങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ടുണ്ട്, പാപമോചനം കൊണ്ടുണ്ട്. ഭൗതികമായും ആത്മീയമായും ധാരാളം ഗുണങ്ങളുള്ള ഒരു വലിയ ഇബാദത്താണ് ഇസ്തിഗ്ഫാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്? അൽ അജബു മിമ്മൻ യഹ്ലികു, നശിക്കുന്ന മനുഷ്യന്മാരുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. എന്താ എന്നിട്ട് പറയുന്നത്? വമഅഹുൻ നജാത്ത്, നശിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ രക്ഷപ്പെടാനുള്ള വഴി അവരോടൊപ്പമുണ്ട്. പക്ഷേ ആ മാർഗം അവർ ഉപയോഗപ്പെടുത്തുന്നില്ല. എന്താണ് സഹോദരന്മാരെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ? ഒന്ന് നമ്മൾ ആത്മീയമായി ചിന്തിക്കുക, ഭൗതികമായി ചിന്തിക്കുക. ആത്മീയവും ഭൗതികവുമായി ചിന്തിച്ചാൽ മനുഷ്യന്മാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഒരു സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? കാലാവസ്ഥയൊക്കെ നമുക്ക് പ്രതികൂലമാണ്. അള്ളാഹു നമുക്ക് അനുകൂലമായ സാഹചര്യം നൽകട്ടെ. മെയ് പകുതിയാകുമ്പോൾ അല്ലെങ്കിൽ ഏപ്രിൽ പകുതിയാകുമ്പോൾ തുടങ്ങിയ വേനൽ, ശക്തമായ വേനൽ ഇന്ന് നമുക്ക് അഥവാ ജനുവരിയിൽ തുടങ്ങിയിരിക്കുന്നു. കുടിവെള്ളമില്ലാത്ത അവസ്ഥ, കഠിനമായ ചൂട്, പള്ളികളിൽ ആള് നിറയുകയാണ്. കാരണം എന്താ കാരണോ? അത് ഇസ്തിഗ്ഫാർ ചെയ്യാൻ മാത്രമല്ല. കാരണം കേരളത്തിലേക്ക് ഏകദേശം പള്ളികളൊക്കെ എയർ കണ്ടീഷനാണ്. അതുകൊണ്ട് ഉച്ചക്ക് ളുഹർ സമയത്തൊക്കെ നല്ല ആളാണ് പള്ളിയിൽ. വയലിനും ചിലയിടത്ത് ആളുണ്ടെന്നാ പറയുന്നത്. കാരണം പുറത്ത് ചൂട് കൊണ്ടിരിക്കുന്നതിന് പകരം കുറച്ചു നേരം ഈ ശീതീകരിച്ച പള്ളിയുടെ ഹാളിൽ വന്നിരിക്കാമെന്ന മനോഭാവം, അത് മറ്റൊരു മനോഭാവ. എല്ലാരെ പറ്റി അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്നാലും പറഞ്ഞതാണ് സഹോദരന്മാരെ. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? എല്ലാം പ്രതികൂലമായി കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ കാലാവസ്ഥ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് പ്രതികൂലമാകുന്നു. മനുഷ്യൻ നശിക്കാനല്ലേ? അള്ളാഹു കാക്കുമാറാവട്ടെ. മറ്റൊന്ന്, മനുഷ്യൻ ആത്മീയമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ആത്മീയമായി നശിക്കുന്നത്? തെറ്റായ കാര്യങ്ങളിലേക്ക് മനുഷ്യരിങ്ങനെ ഒഴുകുകയാണ്. പ്രായഭേദമന്യേ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹറാമാണെന്ന് ബോധ്യമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ അത് റമദാൻ മാസത്തിൽ പോലും മുസ്ലിം യുവതക്ക് മടിയില്ല, മുസ്ലിം യുവതികൾക്ക് മടിയില്ല. നിങ്ങൾ തെരുവിലൂടെ ഒന്ന് പോയി നോക്കൂ സഹോദര. ഒരു 10 വർഷം മുമ്പ് വിശുദ്ധ റമദാനിന്റെ പകലിൽ നമ്മുടെ നാട്ടിലെ റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കാത്തൊരു മുസ്ലിം സ്ത്രീയെയും നമ്മൾ കണ്ടിട്ടില്ല. ഒരു 10 വർഷത്തിനിടയിലുള്ള മാറ്റം എന്താ? മാന്യമായ വസ്ത്രം ധരിക്കാൻ ഞാൻ ഇന്നലെ കോഴിക്കോട് ഒരു ഷോപ്പിൽ അനിവാര്യമായി കയറേണ്ടി വന്നു. ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ്, അതൊരു ടെക്സ്റ്റൈൽസ് ആണ്. അദ്ദേഹം എന്നോട് ഇങ്ങനെ പങ്കുവച്ചു. ഞാൻ അവിടെ ചെന്നപ്പോ കുറച്ചൊക്കെ ഒരു മാന്യമായ ഒരു വസ്ത്രം കിട്ടാൻ വേണ്ടി കയറിയതാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ എന്ത് ചെയ്യാനാ, ആളുകൾക്ക് അതൊന്നും ആവശ്യമില്ല. ആളുകൾക്ക് ആവശ്യമുള്ളത് അര കാണുന്ന ഡ്രസ്സാണ്. സ്ത്രീകളുടെ ഡ്രസ്സിനെ പറ്റിയാ പറയുന്നത്. എന്നിട്ട് എനിക്കിങ്ങനെ കാണിച്ചു തന്നു, ഇതേ ഇപ്പൊ വിറ്റുപോകുന്നുള്ളൂ. സത്യമല്ലേ അത്? അഥവാ ഒന്ന് കുമ്പിട്ടാൽ വയറും അരയും കാണുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്ന മുസ്ലിം ടീനേജും അഥവാ യുവതികളും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവരുടെ ഭർത്താക്കന്മാര് പള്ളിക്ക് വരാത്തവരാണെന്ന്? ഇവരെപ്പോഴെങ്കിലും നിസ്കരിക്കാത്തവരാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? കേവലം നിസ്കാരവും അല്ലെങ്കിൽ ചില ആചാരങ്ങളും മാത്രമാണ് മതമെന്ന് മനസ്സിലാക്കി പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ റമദാനിന്റെ പകലിൽ പുറത്തിറങ്ങുന്ന സമയത്ത് പോലും മാന്യമായി ഒരു തലമറച്ച് അല്ലെങ്കിൽ മാന്യമായ ഒരു വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിസ്കരിക്കുന്നവരുടെ ഭാര്യമാർ, നിസ്കരിക്കുന്നവരുടെ മക്കൾ, അല്ല നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ നിസ്കാരം കൊണ്ടും ഈ ഇബാദത്ത് കൊണ്ടും ഈ മതം കൊണ്ടും എന്ത് കാര്യമാണുള്ളത് എന്ന് നാം ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യന്മാര് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൗതികമായും ആത്മീയമായും. ആത്മീയമായി നശിക്കുമ്പോ അവൻ സ്വാഭാവികമായും എങ്ങോട്ടായി എത്തിച്ചേരുന്നത്? അത് നരകത്തിലേക്കാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. പരലോക വിശ്വാസമുള്ള മരണം എന്നത് എപ്പോഴും സംഭവിക്കാം.
അതിനുശേഷമുള്ള ഒരു നീണ്ട കാലം അവന്റെ മുന്നിൽ ജീവിക്കാൻ അനന്തമായ ഒരു കാലത്തുള്ള ഒരു ലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം ജീവിക്കുന്നത് എന്ന് വെക്കുമ്പോ അവൻ എത്രമാത്രം നാശത്തിലേക്കാ പോകുന്നത്. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വമഅഹുൻ നജാത്ത്, അങ്ങനെ നശിക്കുന്ന മനുഷ്യന്മാർക്ക് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. എന്താണ് ആ വഴി? അൽ ഇസ്തിഗ്ഫാർ. മഹാനവറുകൾ പറയുന്നുണ്ട്, വമാഹിയ, ചോദിച്ചു എന്താണ് അലിയാർ തങ്ങളെ ആ നശിക്കുന്ന ഒരു സമൂഹത്തിന് രക്ഷപ്പെടാനുള്ള വഴി? അത് അൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ആണെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പ്രതികരിക്കുന്നത് കാണാം സഹോദരന്മാരെ. അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ കത്തിക്കാടുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. കാരണം ഈ സ്പോട്ടിൽ ഞാനോ നിങ്ങളോ മരിച്ചു എന്ന് വിചാരിക്കുക, അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ. പക്ഷെ എത്രയും നമുക്ക് ദ്വാരക്ക സമയമാകുമ്പോ ഇവിടുന്ന് പോയേ മതിയാവൂ. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാലൊന്ന് തീരുമാനമാവുമല്ലോ. എന്താണ് ആ തീരുമാനം? ഒന്നിരിക്കൽ അവൻ എങ്ങോട്ടാ പോകുന്നത് എന്ന് കണ്ണിന്റെ ആ കൺപോള പൂട്ടുമ്പോ പ്രത്യക്ഷത്തിൽ അവന്റെ കണ്ണടയുന്നുണ്ടെങ്കിലും മറ്റൊരു കണ്ണ് തുറക്കുന്നുണ്ട്. അത് അനന്തമായ ഒരു ജീവിതം തന്നെ മാർഗമെന്താണ്, ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന ബോധ്യമാണ്. കണ്ണിന്റെ കാഴ്ചക്ക് ഒരർത്ഥത്തിൽ മൂർച്ച കൂട്ടുന്ന ഒരു സമയമായിരിക്കും ആ സമയം. അവൻ ഭൗതിക ലോകത്തെ കാണുന്നില്ല എന്ന് വെക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവന്റെ ഭാവി എങ്ങോട്ടാണെന്ന് അവനക്ക് കാണാൻ കഴിയും. ചിലവര് സ്വർഗം കാണും, ചിലവര് റഹ്മത്തിന്റെ മാലാക്കമാർ സ്വർഗലോകത്ത് നിന്നുള്ള സുഗന്ധം അവരിങ്ങനെ അടിച്ചു വീശി അനുഭവിക്കും. ഇതൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടവരാണല്ലോ. അള്ളാഹു നല്ല ഒരു മരണം നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ സ്വാഭാവികമായും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെക്ക് നരകമാണോ സ്വർഗാന്ന് തീരുമാനിക്കുക. എങ്ങനെ തീരുമാനിക്കാൻ കഴിയും? ആ കാഴ്ചകളിൽ തീരുമാനിക്കാൻ കഴിയും. അതിന് കാരണം എന്താണ്? കാരണം തിന്മയുടെ ഏടുകൾക്ക് ഭാരം കൂടുമ്പോഴാണ് നരകം കണ്ട് മരിക്കേണ്ടി വരുന്നത്, അദാബിന്റെ മലക്കിനെ കണ്ട് മരിക്കേണ്ടി വരുന്നത്, ദുർഗന്ധം അനുഭവിച്ചുകൊണ്ട് മരിക്കേണ്ടി വരിക എന്നല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്. തിന്മകളുടെ കൂമ്പാരവുമായി ജീവിച്ച് അത് പൊറപ്പിക്കപ്പെടാതെ, അതിന് ഇസ്തിഗ്ഫാർ ചെയ്യാതെ, ചെയ്ത തെറ്റിനെ കുറിച്ച് മാനസികമായ ഒരു പ്രയാസവും അനുഭവിക്കാതെ ജീവിക്കുന്ന മനുഷ്യന്മാർ എത്ര നിർഭാഗ്യവന്മാരാണ്, എത്ര നാശത്തിലേക്കാണ് അവർ പോകുന്നത്. അതിനുള്ള രക്ഷയുടെ കവചമായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താണ് രക്ഷയുടെ വഴി? നജാത്ത് എന്താണ് അലിയാർ തങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറേ വഴിയുള്ളൂ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നല്ല വർദ്ധിപ്പിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ, മഹാനായ ഖത്താദ റഹിമഹുല്ല പറയുന്നുണ്ട്, താബിഈങ്ങളിൽ പ്രമുഖനാണ്, അൽ ഖുർആനു യദുല്ലുക്കും അലാ ദാഇക്കും വദവാഇക്കും. നിങ്ങളുടെ രോഗവും നിങ്ങളുടെ രോഗത്തിനുള്ള മരുന്നും വിശുദ്ധ ഖുർആൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എല്ലാവരും രോഗികളാണ്. ഏറ്റവും വലിയ മാരകമായ രോഗം എന്താണ് സഹോദരന്മാരെ? പിശാചി ബാധ തന്നെയാണ്. ഞാൻ പിശാചി ബാധ എന്ന് പറയുന്നത് ഭ്രാന്തനായി മാറുന്ന ഒരു പിശാചി ബാധയെ കുറിച്ചല്ല. പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യൻ പിശാചി ബാധക്കാരൻ തന്നെയാണ്. അള്ളാഹു കാക്കട്ടെ. അവിടെയാണ് നിങ്ങൾക്ക് വലിയ രോഗമുണ്ട്. കാരണം പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വലിയ രോഗിയാണ്. എന്നിട്ട് പറയുന്നു, യദുല്ലുക്കും അലാ ദാഇക്കും വദവാഇക്കും അമ്മാ ദാഉക്കും ഫദ്ദുനൂബ്. നിങ്ങളുടെ പാപ രോഗമേതാ? ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൈക്ക് സ്വാധീനമില്ല എന്ന് വിചാരിക്കുക, കാലിന് സ്വാധീനമില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്ഥിരമായി അവനെ പ്രയാസപ്പെടുത്തുന്ന ചില രോഗങ്ങൾ അവനെക്കൊണ്ടെന്ന് വിചാരിക്കുക. ഈമാനുള്ള മുഅ്മിൻ അതൊക്കെ ക്ഷമിച്ചാലും, അവനൊക്കെ ഒരു പക്ഷെ അതൊക്കെ അതിന്റെ പേരിലൊക്കെ സമാധാനം കൊണ്ടാലും, പാപം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, അതാണ് യഥാർത്ഥ ഈമാനിന്റെ ലക്ഷണം. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇദാ സറത്തുക ഹസനതുക വഇദാ സാഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ. മുഹമ്മദുർ റസൂലുള്ളാഹി. വളരെ അർത്ഥമുള്ള ഒരു ഹദീസാണിത്. ഇദാ സറത്തുക ഹസനതുക. മോനെ, ഒരു സ്വഹാബി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, നീ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ നിനക്ക് സന്തോഷം നൽകുന്നുണ്ടോ? നീ ചെയ്യുന്ന നല്ല കർമ്മങ്ങളൊക്കെ നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? എന്നാൽ ഫഅൻത മുഅ്മിനുൻ, നീ മുഅ്മിനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. നീ ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടോ? ഫഅൻത മുഅ്മിനുൻ, നീ മുഅ്മിനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ.
നല്ലത് ചെയ്യുമ്പോൾ സന്തോഷമില്ലാത്തവർ ആരാണ്? അങ്ങനെയാണോ? അല്ല. നല്ലത് ചെയ്യുമ്പോൾ പോലും സന്തോഷമില്ലാത്ത എത്രയോ ആളുകളുണ്ട്. നിസ്കാരം, ഒരു പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠവും മഹത്വമുള്ളതും ഒരു മുഅ്മിന് വലിയ ആനന്ദം നൽകുന്ന കാര്യമാണെങ്കിൽ, പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവൻ സ്വമേധയാ ഇഷ്ടപ്രകാരമല്ല, മറ്റൊരാളുടെ നിർബന്ധത്തിനാണെങ്കിൽ അയാൾക്ക് ആ നിസ്കാരത്തിനൊരു സന്തോഷമില്ലല്ലോ. വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് ഇമാം ഇറങ്ങാൻ നേരത്ത് പള്ളിയിൽ കയറി ആ സലാം വീട്ടുമ്പോഴേക്കും പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരു വെള്ളിയാഴ്ച പോലും യജമാനനായ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കാൻ പോലും ഒരു സമയം കണ്ടെത്താത്ത മനുഷ്യന്മാർ, വളരെ ഗുരുതരമായ എന്തോ അടിയന്തരമായ പ്രശ്നത്തിന്റെ പേരിൽ നേരം വൈകി ഒരു യാത്രക്കാരൻ പള്ളിയിൽ വന്ന് പെട്ടെന്ന് തിരിച്ചു പോകുന്നവനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പള്ളിയുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവരിൽ നിന്ന് പോലും അങ്ങനത്തെ ചില പ്രതികരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരു ശുഹരുമില്ല, ഒരു പണിയുമില്ല, ഒരു ഏർപ്പാടുമില്ല. എന്നിട്ടും ഇമാം മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയറി വന്ന് ആ ഇമാമിന്റെ സലാം വീട്ടുന്ന സമയത്ത് ഇറങ്ങിപ്പോകുന്ന മനുഷ്യന്മാർ എത്ര പ്രയാസത്തോടെയായിരിക്കും പള്ളിയിലേക്ക് വന്നിരിക്കുക. ചെയ്തത് നല്ല കാര്യമാണ്. ചില ആളുകൾ വീട്ടിലേക്ക്, ചില ആളുകൾ കലക്ഷന് വേണ്ടി വരികയാണ്, പിരിവിന് വേണ്ടി വരികയാണ്. പിരിവിന് വേണ്ടി വരുന്ന സമയത്ത് ഇസ്ലാം ഇല്ലാത്തവനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾ അഥവാ പള്ളിയുടെ നിർമ്മാണത്തിന് ആ വീട്ടില് അയാൾ 10,000 തന്നിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു 10,000 കൊടുക്കാൻ നിർബന്ധിതനാവുകയാണ്. അദ്ദേഹം 10,000 കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നത് വലിയ കർമ്മമാണ്. പക്ഷേ ആ 10,000 കൊടുക്കുന്നതിൽ അദ്ദേഹത്തിന് മാനസികമായി സന്തോഷമില്ല. ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ധാരാളം നല്ല കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അതിൽ 1% പോലും സന്തോഷമില്ലാതെ ചെയ്യുന്നവർ ഈമാനുള്ള മുഅ്മിനീങ്ങളല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതേ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങളിൽ മനസ്സിന് സന്തോഷമുണ്ടോ? ഫഅൻത മുഅ്മിനും മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, വഇദാ സാഅത്ക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ. അത് മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റായ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, മതം വിലക്കി ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, നിന്റെ മനസ്സിന് ദുഃഖം തോന്നുന്നുണ്ടോ? അത് നീ മുഅ്മിനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. തെറ്റായ കാര്യം നിരന്തരം ചെയ്തിട്ടും ഒരു ടെൻഷനും വരാതെ ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാർ ലോകത്തുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തെറ്റ് ചെയ്യാത്തവൻ മുഅ്മിൻ എന്നല്ല പറഞ്ഞത്. കാരണം തെറ്റ് മനുഷ്യനിൽ നിന്ന് സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മാസൂമീങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രത്യേക ഹിഫ്ള് നൽകിയ മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനത്തെ ആളുകളും ഒരുപക്ഷെ തെറ്റായ കാര്യങ്ങളും ഒക്കെ മാറി നിൽക്കും അവർ. അതേ സമയത്ത് ലോകത്ത് എല്ലാ കാലത്തും മനുഷ്യരിൽ നിന്ന് തെറ്റ് സംഭവിക്കാറുണ്ട്. തെറ്റ് സംഭവിക്കാത്തവരെ മുഅ്മിനാവുള്ളൂ എന്ന് അവിടെയും പറയാറില്ലല്ലോ. അതേ സമയത്ത് തെറ്റ് സംഭവിക്കുമ്പോൾ തെറ്റ് സംഭവിച്ചല്ലോ എന്ന ഒരു ദുഃഖവും അസ്വസ്ഥതയും പ്രകടമാകുന്ന ഒരു മനസ്സ്, ആ മനസ്സുണ്ടെങ്കിൽ അതൊരു ഇസ്തിഗ്ഫാറാണ്. അത് ഇസ്തിഗ്ഫാറായി അവന്റെ നാവിലൂടെ രൂപപ്പെട്ട് തൗബയായി വരുമ്പോൾ അതിന് കൂടുതൽ മഹത്വമുണ്ടെന്നാണ് പരിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തിരുനബിയുടെ സുന്നത്തുമൊക്കെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ 10 ദിനങ്ങൾ കടന്നു വന്നു. ഈ സമയം മാത്രമല്ല, എപ്പോഴും ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്, അക്സിറൂ മിനൽ ഇസ്തിഗ്ഫാരി ഫീ ബുയൂത്തിക്കും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാകുമ്പോഴും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. വീട്ടിൽ വെറുതെ ഇരിക്കുക, വേറെ പണിയൊന്നുമില്ല, നമുക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. വഅലാ മവാഇദിക്കും വഅലാ വഫീ തുറുകാത്തിക്കും. ഇങ്ങനെ മഹാനവറുകൾ പറയാണ്, നമ്മൾ സുപ്രയുടെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, സമയം വെറുതെ ഇരിക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്, വഫിയ സുവാക്കിക്കും, നിങ്ങൾ അങ്ങാടിയിൽ വേറെ ശുഗലൊന്നില്ലാതെ വെറുതെ നടക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. കാരണം വഫീ മജാലിസിക്കും, വെറുതെ ഇരിക്കുന്ന മജ്ലിസുകൾ, ദിക്റിന്റെ മജ്ലിസിന് ദിക്ർ ചെല്ലാം, അതല്ലാത്തയിടത്തും വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. കാരണം ഫഇന്നക്കും ലാ തദറൂന മതാ തൻസിലുൽ മഗ്ഫിറ. 1000 അതാ നേരത്തെ പറഞ്ഞല്ലോ,
36 തെറ്റ് 15 വയസ്സ് മുതൽ ആയുസ് കാലത്തിനിടയിൽ അടയാളപ്പെടുത്തിയിട്ട് ഓരോ തെറ്റുകൾക്കും 1000 ഇസ്തിഗ്ഫാറും 1000 റക്അത്തും നിസ്കരിച്ചിട്ടും അസ്വസ്ഥരാകുന്ന മനസ്സ് എന്തൊരു ഈമാനിന്റെ മനസ്സാണ്. അപ്പൊ ഞാൻ ഇന്നലെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചപ്പോ ഇമാം അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ 3 വട്ടം ചൊല്ലിക്കണല്ലോ. ഇസ്തിഗ്ഫാറായി. ഇസ്തിഗ്ഫാർ എന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അല്ലാഹു മഗ്ഫിറത്ത് നൽകി നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അല്ലാഹുക്ക് എന്നെല്ലാം അറിയുള്ളൂ. അതുകൊണ്ടാ മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എന്തു പറഞ്ഞു? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായാലും യാത്രയിലായാലും നിങ്ങൾ നിങ്ങളുടെ സദ്യയിലായാലും അതുപോലെ തന്നെ നിങ്ങളുടെ അങ്ങാടിയിലായാലും നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. കാരണം എന്തുകൊണ്ട്? ഇന്നക്കും ലാ തദറൂന മത്താ തൻസിലുൽ മഗ്ഫിറ. മഗ്ഫിറത്ത് എപ്പോഴാ ഇറങ്ങുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്തിഗ്ഫാറുകൾക്ക് ചില പ്രത്യേക സമയങ്ങളിലുള്ള ഇസ്തിഗ്ഫാറുകൾക്ക് ചില പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം നിസ്കാരത്തിലുള്ള ഇസ്തിഗ്ഫാറിന് വലിയ പ്രാധാന്യമുണ്ട്. നിസ്കാരത്തിലുള്ള ഖുർആനോത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിശുദ്ധ റമദാനിൽ നമ്മൾ കൂടുതൽ ഖുർആൻ ഓതുന്ന സമയമാണ്. കൂടുതൽ ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം. അതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാ. പക്ഷേ ഖുർആനുകൾ ഓതുമ്പോൾ ആ ഖുർആനോത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയമേതാണ്? നിസ്കാരത്തിലുള്ള ഖുർആനോത്താണ്. നിസ്കാരത്തിലെ ഖിയാമിലുള്ള ഖുർആനോത്ത്. എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാണ് സഹോദരന്മാരെ, നമുക്ക് തറാവീഹ് നമ്മൾ പങ്കെടുക്കുന്നുണ്ട്, വിത്റിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്, ളുഹർ നിസ്കാരത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ മഹാന്മാർ നിസ്കരിച്ച ചില നിസ്കാരങ്ങളുടെ ചരിത്രം നമ്മൾ കേൾക്കാറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്ത് പറയാണ്, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, ഒപ്പം നമ്മളും കൂടുന്നു. ആ നിസ്കാരം ഇങ്ങനെ വീക്ഷിച്ചപ്പോ ആ നിസ്കാരത്തില് വജ്ഹത്ത് ഓതി ഫാത്തിഹ ഓതിയിട്ട് അൽ ബഖറ ഇങ്ങനെ ഓതുകയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അൽ ബഖറ ഓതിയിട്ട് ഒരു 100 ആയത്തെത്തിയപ്പോൾ നമ്മൾ ചിന്തിച്ചു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂക്ക് പോകാൻ പോവാണ്. ഇല്ല, പോകുന്നില്ല. അൽ ബഖറ പൂർണ്ണമായി കഴിഞ്ഞു, സൂറത്തു ആൽ ഇംറാൻ കഴിഞ്ഞു, സൂറത്തു നിസാ കഴിഞ്ഞു. ഇങ്ങനെ പോകുകയാണ്. ഒരു നീണ്ട നൃത്തം. ആ നൃത്തത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ റുകൂയിലേക്ക് പോകുന്നു. നൃത്തത്തിന്റെ ദൈർഘ്യത്തിനോട് സമാനമാകുന്ന അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന രൂപത്തിലുള്ള റുക്കൂ. പിന്നെ സുജൂദിലേക്ക് പോകുകയാണ്. ആ സുജൂദ് എത്ര ദൈർഘ്യമാണ്? അൽ ബഖറയും ആൽ ഇംറാനും നിസാവും ഒക്കെ ഓതിത്തീരാൻ എത്ര സമയം വേണം? അത്രയില്ലെങ്കിലും അതിന്റെ തൊട്ട താഴെയുള്ള ദൈർഘ്യമുള്ള സമയം സുജൂദിൽ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ഒരു നിസ്കാരം ഒരുപക്ഷെ സാധാരണക്കാരായ അല്ലെങ്കിൽ ഈമാൻ കുറഞ്ഞ മനുഷ്യന്മാർക്കൊന്നും സാധിക്കില്ലെങ്കിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ റമളാനിൽ അങ്ങനത്തെ ചെറിയ നിസ്കാരമെങ്കിലും നമുക്ക് ഒറ്റക്ക് നിസ്കരിച്ചുകൂടെ? ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങൾക്കൊക്കെ സൂറത്തു യാസീൻ മനഃപ്പാഠമാണ്. ഖൽബുൽ ഖുർആൻ എന്ന സൂറത്തു യാസീൻ അർദ്ധരാത്രി എണീറ്റ് 2 റക്അത്ത് എല്ലാ ദിവസമില്ലെങ്കിലും വിശുദ്ധ റമളാനിൽ ഒരു വെള്ളിയാഴ്ച രാത്രിയെങ്കിലും അർദ്ധരാത്രി എണീറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഖൽബുൽ ഖുർആൻ ഖൽബുൽ ലൈലിൽ വെച്ച് ഖിയാമുൽ നിസ്കാരത്തിൽ ഓതി യാസീൻ ഓതിയിട്ട് റുകൂഇലേക്ക് പോകുക, എന്നിട്ട് സുജൂദിലേക്ക് പോവുക. അടുത്ത റക്അത്തിൽ ഒരു തബാറക്കെങ്കിലും ഓതിയിട്ട് ഒരു നീണ്ട നിസ്കാരം. മഹാന്മാരുടെ നീണ്ട ഖത്മ് തീർക്കുന്ന നിസ്കാരങ്ങളുടെ 1000 അയലത്ത് പോലും ആ നിസ്കാരം എത്തില്ലെങ്കിലും മഹാന്മാർ ചെയ്ത അതൊരു മാതൃകയിൽ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല സമയമല്ലേ വിശുദ്ധ റമളാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത് എന്നതുപോലെ ഇസ്തിഗ്ഫാറുകളിൽ നിസ്കാരത്തിന്റെ ഇടയിലുള്ള ഇസ്തിഗ്ഫാറിന് വലിയ പ്രാധാന്യമുണ്ട്. നിസ്കാരം അല്ലാഹുവുമായുള്ള മുനാജാത്താണ്. മുനാജാത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സമയമാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകരോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫി സ്വലാത്തി, എന്റെ നിസ്കാരത്തിൽ ദ്വാരക്കാൻ എനിക്ക് ഒരു ദുആ തങ്ങൾ പഠിപ്പിച്ചു തരുമോ? നിസ്കാരത്തിൽ ദ്വാരക്കാൻ പറ്റിയൊരു ദുആ.
നിസ്കാരത്തിൽ ദ്വാരക്കാൻ പറ്റിയ ഒരു ദ്വാ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്? ഖുൽ അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി ളുൽമൻ കസീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അവിടെയും ഇസ്തിഗ്ഫാറാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. നിസ്കാരത്തിൽ നിന്നു ഫാത്തിഹ കഴിഞ്ഞു, ഇമാം സൂറത്ത് ഓതും, ആ സൂറത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇനി ചില സമയത്ത് സൂറത്ത് ജഹറാക്കാത്ത സമയത്ത് നമ്മൾ സൂറത്തൊന്നും കേൾക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫാത്തിഹയും സൂറത്തൊക്കെ കഴിഞ്ഞാൽ ഖുർആൻ നമുക്ക് ഓതാം, അല്ലെങ്കിൽ നമുക്ക് ദ്വാരക്കാം. അറബിയിൽ പ്രത്യേകിച്ച് വാരിദായ പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ പറയുക അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി ളുൽമൻ കസീറ, പടച്ചവനെ എന്റെ ശരീരത്തോട് ഞാൻ വലിയ ദുൽമ ചെയ്തു. നമ്മൾ മറ്റുള്ളവരൊന്നും ദുൽമ ചെയ്തിട്ടില്ല, ഒരുത്തന്റെ അന്നം മുടക്കിയിട്ടില്ല, ഒരുത്തന്റെയും കാശ് പിടിച്ചു പറിച്ചിട്ടില്ല, ഒരുത്തന്റെയും പറമ്പിൽ നിന്നൊരു ചാൺ ഭൂമി പോലും ഞാൻ ദുൽമായിട്ട് പിടിച്ചിറക്കിയിട്ടില്ല. പക്ഷേ മറ്റുള്ളവരോട് ദ്രോഹം ചെയ്യാത്ത പലവരും സ്വന്തം നഫ്സിനോട് നിരന്തരം ദ്രോഹം ചെയ്യുന്നുണ്ട്. ആ ദ്രോഹം എന്താണ്? നാം ചെയ്യുന്ന പാപങ്ങളാ. അതുകൊണ്ടാ റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹിസ്സലാം സ്വർഗലോകത്തെ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോ മനുഷ്യരാകുന്ന നമ്മിലേക്ക് താരതമ്യം ചെയ്യുമ്പോൾ അത് പാപമല്ലെങ്കിലും അവർ അതുപോലും വലിയ കാര്യമായി കണ്ടിട്ട് പറഞ്ഞ പ്രാർത്ഥന എന്താ? റബ്ബനാ വലംനാ അൻഫുസനാ, പടച്ചവനെ നാം നമ്മുടെ നഫ്സിനോട് ദുൽമ ചെയ്തിരിക്കുന്നു. ഓരോ തെറ്റും നാം ചെയ്യുന്ന ദുൽമ നമ്മളോടാണ്. കാരണം ആ തെറ്റിന്റെ പരിണിതി നരകമാണ്. ആ തെറ്റിന്റെ പരിണിതി പരലോകത്തുള്ള ശിക്ഷയാണ്. അത് അനുഭവിക്കാനുള്ളത് എന്റെയും നിങ്ങളുടെയും ശരീരമാണ്. അതുകൊണ്ട് സ്വന്തം ശരീരത്തോടുള്ള ദുൽമാണ് ഓരോ പാപവും. ഇന്നി ലലംതു ളുൽമൻ കസീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപം പൊറുക്കില്ല. ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ധാരാളം സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. മഹാന്മാരായ അഥവാ ഈ ഇസ്തിഗ്ഫാർ കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്, ദുന്യവിയായ നേട്ടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഇന്നത്തെ ക്ഷാമം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വെള്ളമില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു, മഴ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിവിധ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ പരിഹരിക്കാനുള്ള വഴി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലാണെന്ന് വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ഉണർത്തിയത് ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. എന്തൊക്കെ എണ്ണി പറഞ്ഞു. ക്ഷാമവും അതുപോലെ തന്നെ വരൾച്ചയും വന്നപ്പോ തന്റെ ജനതയോട് പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടൂ. ഇന്നഹു കാന ഗഫാറ, അവൻ പെരുത്ത് നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ, അങ്ങനെയാകുമ്പോ ആകാശം നിങ്ങളിലേക്ക് മഴ വർഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന, മക്കളും സമ്പത്തും അതുപോലെ തന്നെ നിങ്ങളുടെ തോട്ടങ്ങളിലൊക്കെ അത് കാരണം ബറക്കത്ത് പ്രത്യേകമായി അല്ലാഹു നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നൂഹിൽ നൂഹ് നബി ജനതയോട് പറഞ്ഞത്, ഹൂദ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത്, ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഹസ്സൻ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരമകനായ ഹസ്സൻ റളിയല്ലാഹു അൻഹു ഒരു സംഘം ആരടുത്തേക്ക് പോവുകയാണ്? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സന്ദർശിക്കാൻ പോയപ്പോ അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ആ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തുള്ള തന്റെ പാറാവുകാരനായ ഒരാൾ മഹാനായ ഹസ്സൻ റളിയല്ലാഹു അൻഹുവിനോട്, ഹസ്സൻ റളിയല്ലാഹുവിന്റെ പിന്നാലെ വന്നിട്ട് പറഞ്ഞു, ഇന്നി റജുലുൻ ദൂ മാലിൻ, സമ്പത്തൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ, പക്ഷേ വലാ യൂലദുലി, എന്താണെന്നറിയില്ല, ഞാനും എൻ്റെ ഭാര്യയും കുറെ കാലമായി ഒന്നിച്ച് കഴിയുന്നു, നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഫഅല്ലിംനി ശൈഅൻ ലഅല്ലല്ലാഹു യർസുഖ്നി വലദ, എനിക്ക് ഈ മക്കളില്ലാത്ത എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കളുണ്ടാവാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ ഫഖാല, ഒറ്റ കാര്യമാണ് പറഞ്ഞത്, അലൈക ബിൽ ഇസ്തിഗ്ഫാർ, മോനെ ഇസ്തിഗ്ഫാർ നീ വർദ്ധിപ്പിച്ചോ, ഇസ്തിഗ്ഫാറിനെ നീ ലാസിമാക്കിക്കോ, അതെപ്പോഴും നീ പരമാവധി ജീവിതത്തിൽ കൊണ്ടു നടന്നോ. നോക്കൂ, നിങ്ങൾ വേറെ വഴികളൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഫകാന യുക്സിറുൽ ഇസ്തിഗ്ഫാറ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കും.
പല ദിവസവും 700 1000-ഓളം ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അവസാനം ഫൗലിദ ലഹു അശറതു ബനീൻ, വർഷങ്ങളായി ഒരു കുഞ്ഞിക്കാല് കാണാതെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച ആ പാറാബുകാരനിക്ക് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തത് എന്താണ്? പാറാബുകാരനിക്ക് പറഞ്ഞു കൊടുത്തത് എന്താണ്? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനാ. അങ്ങനെ അവസാനം 10 ആൺകുട്ടികൾ ആ ദമ്പതിമാർക്കുണ്ടായതായി മഹാന്മാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഈ വിവരം ഖലീഫയായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹു അറിയുന്നു. അപ്പോൾ മുആവിയക്ക് വല്ലാത്ത അത്ഭുതം. മുആവിയ റളിയല്ലാഹു അൻഹു ആ പാറാവുകാരനോട് പറയാണ്, ഹല്ലാ സഅൽതഹു മിമ്മാ ഖാല ദാലിക, എന്തുകൊണ്ടാണ് ഹസ്സൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമാ ഇങ്ങനെ പറയാൻ കാരണം? അഥവാ കുട്ടികളില്ലാത്ത വിഷമം എന്ന് പറഞ്ഞപ്പോൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറയാനൊരു കാരണം ഉണ്ടാവൂലേ? അതും കൂടി ചോദിച്ചുകൂടായിരുന്നോ? അങ്ങനെ ഒരു സംഘത്തെ അത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, അലം തസ്മഉ ഖൗല ഹൂദിൻ അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെന്താ? വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും വയുംദിദുക്കും ബിഅംവാലിൻ വബനീന. വിശുദ്ധ ഖുർആനിൽ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം തന്റെ അനുചരന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ഖുവ്വത്തിനെ, ശക്തിയെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. എല്ലാ ശക്തികളും അതിൽപ്പെടും. ഭക്ഷണത്തിലുള്ള, സമ്പത്തിലുള്ള വിശാലതയിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ഹസ്സൻ ബസ്രി റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരാൾ വന്നിട്ട് നാട്ടിൽ ക്ഷാമമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. വേറൊരാൾ വന്നിട്ട് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നു. വേറൊരാൾ പറഞ്ഞു എനിക്ക് കുട്ടിയില്ല, കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നു. അവസാനം പറഞ്ഞു എൻ്റെ തോട്ടമൊക്കെ വരണ്ട്, അല്ലെങ്കിൽ ഒരു ഗുണവുമില്ലാത്ത രൂപത്തിൽ പോവുകയാണ്. അപ്പോഴും പറഞ്ഞു ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാവരോടും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹസ്സൻ ബസ്രി റഹിമത്തുള്ളാഹി അലൈഹി പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്താണ് എല്ലാത്തിനും ഒരു ഇസ്തിഗ്ഫാർ പറയുന്നു? അപ്പം മഹാനവറുകൾ പറഞ്ഞു, ഇന്നല്ലാഹ തആല യഖൂലു ഫീ സൂറത്തി നൂഹ് ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലു സമാഉ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആത്മീയമായി ഭൗതികമായി ധാരാളം ഗുണങ്ങളുള്ള, നന്മകളുള്ള, ഫായിദകളുള്ള, മഹത്വങ്ങളുള്ള ജീവിതത്തിൽ നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചു. നമ്മൾ വർദ്ധിപ്പിക്കുക. നിസ്കാരത്തിലും അല്ലാത്ത സമയത്തും ഒഴിവുള്ള സമയത്തും ഖുർആൻ ഓതാൻ കഴിയാത്ത സമയങ്ങളിലൊക്കെ ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിച്ച് ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.